നമസ്കാരം, എല്ലാവർക്കും റൈറ്റേഴ്സ് IAS പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LSGSന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. നമ്മുടെ വിഷയം എക്കണോമിക്സ് ആണ്. ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നാണ്. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാണിജ്യവൽക്കരണം എന്നാണ്. ഓക്കെ, നമ്മളുടെ കൃഷിയുടെ വാണിജ്യവൽക്കരണം അതാണ് നമ്മളുടെ ടോപ്പിക്. ഓക്കെ, ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഒരു ആമുഖം എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബ്രിട്ടീഷേഴ്സ് വരുന്നു, കോളനിവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കി കാർഷിക രംഗത്ത് അവർ കൊണ്ടുവന്ന ഒരു മാറ്റമാണ് എന്നു പറയുന്നത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇത് നമ്മളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മളെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. നമ്മുടെ കാർഷിക രംഗത്തെ തളർത്തിപ്പോയ അല്ലെങ്കിൽ തളർത്തിക്കളഞ്ഞ ഒരു മെത്തേഡായിരുന്നു ഈ കൊമേഴ്ഷ്യലൈസേഷൻ ബ്രിട്ടീഷുകാർ അപ്ലൈ ചെയ്തത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കൊമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ബ്രിട്ടീഷുകാർ എത്താനുള്ള കാരണങ്ങളും അതിന്റെ ഇമ്പാക്റ്റുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം. ശ്രദ്ധിച്ചോളാം. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്നാണ്. എന്താണ് വാണിജ്യവൽക്കരണം നമുക്കൊന്ന് ആദ്യം നോക്കാം. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇംപ്ലൈസ് പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സ് ഫോർ സെയിൽ റാദർ ദാൻ ഫാമിലി കൺസംഷൻ. അതായത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് നമുക്ക് കിട്ടുന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, അതായത് കാർഷിക വിള, ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ നമ്മൾ പുറത്ത് പണത്തിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ എന്താ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കാറുള്ളത്. അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാതെ നമ്മൾ പുറത്ത് മാർക്കറ്റിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സാണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചത്, ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന കാർഷിക വിളകള് കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തില് അവരെ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ പകരം ഇതിനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. അതാണ് കൊമേഴ്ഷ്യലൈസേഷൻ. അങ്ങനെ അഗ്രികൾച്ചർ ബിക്കേം മാർക്കറ്റ് ഓറിയന്റഡ് വൺ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ കൃഷി എന്ന് പറയുന്നത് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് മാറി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൃഷി ചെയ്തതിന് ശേഷം കിട്ടുന്ന നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എങ്ങോട്ട് പോകുന്നു, മാർക്കറ്റിലേക്ക് പോകുന്നു. ഓക്കെ, മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ വിൽക്കുന്നു. ഈ കർഷകർ തന്നെ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്നു. അങ്ങനെ മാർക്കറ്റിൽ വിറ്റ് കഴിയുമ്പോൾ കർഷകർക്ക് എന്ത് കിട്ടുന്നു, ക്യാഷ് കിട്ടുന്നു. ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അതിനു മുമ്പുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജിലെ കർഷകരെല്ലാം ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ആ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഇവർ അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക. കർഷകരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നു. അങ്ങനെ ഒരു ഹാർമണിയിൽ പോയിക്കൊണ്ടിരുന്ന കാർഷിക വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ വന്ന് വാണിജ്യവൽക്കരണം കൊണ്ടുവന്നു. ഈ വാണിജ്യവൽക്കരണം കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്, അവര് കൃഷി ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് നിർബന്ധപൂർവ്വം മാർക്കറ്റിൽ വിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ആ കർഷകർക്കിടയിലുള്ള ആ ഒരു ഹാർമണി നഷ്ടപ്പെട്ടു. അവര് കൃഷി എന്ന് പറയുന്നതിനെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായിട്ട് മാറുകയാണ് സംഭവിച്ചത്. There arises a situation which compelled the farmers to sell their product. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചത്, ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളുടെ കർഷകരെ നിർബന്ധിച്ചു, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങൾ മാർക്കറ്റിൽ വിറ്റേ മതിയാവും, നമ്മൾ പൈസ തരും. ഓക്കെ, ആ പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് മതിയാവുന്നതാകാം, അല്ലാതിരിക്കാം. പക്ഷെ നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ വിറ്റേ മതിയാകൂ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാര് ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാർഷിക രംഗത്തിന്റെ അല്ലെങ്കിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഈ വാണിജ്യവൽക്കരണത്തിലേക്ക്, കൃഷിയെ വാണിജ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനൊരു തീരുമാനം എടുത്തത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമ്മളറിയാം വ്യാവസായിക വിപ്ലവം എന്ന് പറയും മലയാളത്തില്. വ്യാവസായിക വിപ്ലവം നമുക്ക് നോക്കാം എങ്ങനെയാണ് വ്യാവസായിക വിപ്ലവം നമ്മുടെ രാജ്യത്ത് ഈ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
The British introduced commercialization of agriculture in India after 1813 when the Industrial Revolution in England gained pace. ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞുതരാം. 1813 ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടൻ ഇന്ത്യയിൽ ഈ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞൊരു നയം കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ കർഷകരോട് പറയുന്നത് നിങ്ങൾ കൃഷി ചെയ്യുക, നിങ്ങൾ കൃഷി ചെയ്യുന്ന പ്രൊഡക്റ്റ് ഞങ്ങളുടെ നേരെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുക. ഈ ഒരു നയം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത് ഏകദേശം 1813 സമയത്താണ്, അല്ലെങ്കിൽ അതിനുശേഷമാണ്. അപ്പൊ ഈ 1813 എന്ന് പറഞ്ഞ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടനില് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന മഹത്തായ ഒരു വിപ്ലവം ശക്തി പ്രാപിച്ചു വരുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രിട്ടീഷുകാര് അവരുടെ ഇൻഡസ്ട്രി വലുതാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് പുതിയ പുതിയ വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിക്കുക, അതിനെ വിജയിപ്പിക്കുക, അവിടെ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ആ പ്രൊഡക്റ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഇത്തരത്തിൽ അവർ അവരുടെ ഇൻഡസ്ട്രിയെ വലുതാക്കിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ ഈ ഒരു വാണിജ്യവൽക്കരണം, കൃഷിയുടെ വാണിജ്യവൽക്കരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്നത്. ഇത് രണ്ടിനും ബന്ധമുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, ബ്രിട്ടീഷ് ഫോഴ്സ്ഡ് ദ കൾട്ടിവേറ്റേഴ്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ടു പ്രൊഡ്യൂസ് ക്രോപ്പ് ദാറ്റ് വുഡ് ബ്രിങ് ദം പ്രോഫിറ്റ്. ഇങ്ങനൊരു ഘട്ടം വന്നപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് എന്ത് വേണമായിരുന്നു, അവിടുത്തെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രിട്ടീഷേഴ്സിന് റോ മെറ്റീരിയൽസ് വേണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ടെക്സ്റ്റൈൽ മില്ല് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു തുണിമില്ല് അവർ ആരംഭിക്കുകയാണ്. തുണിമില്ല് ആരംഭിക്കുമ്പോൾ അവർക്ക് റോ മെറ്റീരിയൽ ആയിട്ട് എന്ത് വേണം, കോട്ടൺ വേണം. ഈ ഒരു സാഹചര്യത്തിൽ കോട്ടൺ വളരെ തുച്ഛമായ വിലയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ ഒറ്റ ഒരു റീസൺ ഉണ്ട്. ഇന്ത്യയിലെ കോട്ടൺ കൃഷിയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. ഇവര് കർഷകരോട് പറയും, നിങ്ങൾ തൽക്കാലം നെല്ല് ഉൽപ്പാദിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കേണ്ട, പകരം നിങ്ങൾ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ പറയും. പറയുന്നത് വളരെ ഫ്രീ ആയിട്ടല്ല, നിർബന്ധപൂർവ്വം ഫോഴ്സ് ചെയ്ത് പറയും, നിങ്ങൾ നിർബന്ധമായിട്ട് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഈ കർഷകരെ കൊണ്ട് ഈ കോട്ടണും ജൂട്ട് പോലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഇത് എന്നിട്ട് പറയും, നിങ്ങൾ നേരെ ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പറയും. അപ്പൊ ഒരു ചെറിയൊരു തുക കിട്ടും, വിറ്റ് കഴിയുമ്പോഴത്തേക്ക് കർഷകർക്ക് ചെറിയൊരു തുക കിട്ടും. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഈ കോട്ടൺ നേരെ എത്തുന്നത് ബ്രിട്ടനിലേക്കാണ്. ബ്രിട്ടനിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ തുണിമിൽ വ്യവസായം വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ കോട്ടൺ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് നേരെ ബ്രിട്ടനിൽ എത്തുന്നു. ബ്രിട്ടനിൽ അതൊരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ബ്രിട്ടന്റെ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യും. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രിട്ടനിൽ സക്സസ്ഫുൾ ആയി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരു ഫാക്ടറാണ്. എന്തിന്റെ ഫാക്ടറാണ്? നമ്മളുടെ ഇന്ത്യയില് കാർഷിക രംഗം കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഭക്ഷ്യവിളകൾ ഒഴിവാക്കി പകരം നാണ്യവിളകൾ കൊണ്ടുവരുന്നതിന് കാരണമായ ഒരു കാരണമാണ് എന്തെന്ന് പറയുന്നത്. ഒന്നാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആ ഇഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ആ റോ മെറ്റീരിയൽസ് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു, ഇന്ത്യൻ കർഷകരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മളുടെ രാജ്യത്തെ ഈ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ലാൻഡ് റവന്യൂ സിസ്റ്റം. നമ്മുടെ രാജ്യത്തെ ഭൂനികുതി വ്യവസ്ഥ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭൂനികുതി വ്യവസ്ഥ, ഇതെങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിന്റ് പറഞ്ഞിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നു കർഷകർക്കിടയിൽ. ആ ഭൂനികുതി വ്യവസ്ഥ അനുസരിച്ച് ഒരു നിശ്ചിത തുക കൃത്യമായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് കർഷകരോട് പറയുകയാണ് ഗവൺമെന്റ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭീമമായ തുക അടയ്ക്കാൻ കർഷകർ ബാധ്യസ്ഥരാകുകയാണ്. അപ്പം ഈ പൈസ എവിടുന്ന് സംഘടിപ്പിക്കും, എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്? നിർബന്ധമായിട്ടും ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടച്ചേ മതിയാവും എന്നൊരു ഘട്ടം കർഷകർക്ക് വന്നപ്പോൾ അവർക്ക് വേറൊരു വഴിയില്ല. അങ്ങനെ അവർ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന അഗ്രികൾച്ചർ ക്രോപ്പ് എല്ലാം അവരെന്ത് ചെയ്തു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റതിന് ശേഷം എന്ത് ചെയ്തു, പകരം ക്യാഷ് കിട്ടി. ആ ക്യാഷ് നേരെ ഗവൺമെന്റിന് കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ ലാഭമായി? കർഷകരെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിക്കാൻ പറ്റി, അതുപോലെ തന്നെ അവർക്ക് ടാക്സും കിട്ടി. ഈ പറയുന്ന സാധനം മാർക്കറ്റിൽ വിറ്റപ്പോൾ മാർക്കറ്റിൽ നിന്ന് അവർക്ക് എന്താ പറയുന്ന റോ മെറ്റീരിയൽസും കിട്ടി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ വിഭവവും കിട്ടി. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ തന്ത്രം എന്ന് പറയുന്നത്.
അപ്പം ലാൻഡ് റവന്യൂ സിസ്റ്റം എങ്ങനെ ആണ് നമ്മളുടെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ ബൂസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ബൂസ്റ്റ് ചെയ്തത്. ഞാനൊന്ന് വായിക്കാം. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം എൻഫോഴ്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ. അന്ന് കൊണ്ടുവന്ന ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഇന്ത്യയിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് പറ്റിയ ഒരു റീസൺ ആയിരുന്നു. ദ റവന്യൂ കളക്ടഡ് ത്രൂ ദ ലാൻഡ് ടാക്സ് വാസ് ഫിക്സ്ഡ് ഇൻ ആൻ എമൗണ്ട്. കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ലാൻഡ് റവന്യൂ, ആ ഒരു ഭൂനികുതിക്ക് ഒരു കൃത്യമായ തുക ബ്രിട്ടീഷുകാർ വെക്കുന്നു. നിങ്ങൾ നിർബന്ധമായും ഇത്ര രൂപ അടച്ചേ മതിയാവുന്നു. ദിസ് ലെഡ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ടു പേ ദ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഇമ്പോസ് ചെയ്ത ഇത്രയ്ക്ക് ഭീമമായ ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ നിർബന്ധിതരായി. ഞങ്ങളിത് ജോലി ചെയ്തേ പറ്റൂ, ഞങ്ങൾ ഈ ക്യാഷ് ക്രോപ്സ് ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ, ഈ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റേ പറ്റൂ, കാരണം ഞങ്ങൾക്ക് ഭീമമായ തുക ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫാർമേഴ്സ് ഹാഡ് ടു ഗ്രോ മോർ ക്യാഷ് ക്രോപ്സ് ടു ഏൺ മണി ടു പേ ദ ഹെവി ലാൻഡ് ടാക്സസ്. ഇത്രയും ഭീമമായ തുക അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ വിളകൾ, ക്യാഷ് ക്രോപ്സ്, ഭക്ഷ്യധാന്യങ്ങളല്ല നാണ്യവിളകൾ ഇവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഈ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചു, അവരത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. ഓക്കെ, ആ കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി അവരെന്ത് ചെയ്തു? ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് അടച്ചു. ഇത് ബ്രിട്ടീഷേഴ്സിന്റെ ഒരു തന്ത്രമായിരുന്നു. നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചു, ഇന്ത്യൻ കർഷകരെ കൊണ്ട് നന്നായി ജോലി ചെയ്യിപ്പിച്ചു. ആ ജോലി ചെയ്ത് അവർ സമ്പാദിച്ച തുക ടാക്സ് ആയിട്ട് ബ്രിട്ടീഷുകാർ വാങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് വളരെ തുച്ഛമായ വിലയ്ക്ക് ബ്രിട്ടനിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ബ്രിട്ടന്റെ വ്യാവസായിക വിപ്ലവത്തിന് നമ്മളുടെ രാജ്യത്തിന്റെ കാർഷിക വിളകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അടുത്ത ഫാക്ടർ എന്താ നമുക്ക് നോക്കാം. അടുത്തത് പോപ്പുലേഷൻ ഗ്രോത്ത്. As Britain's population grew, there was an increased demand for food grains, raw materials and fibers from India. ബ്രിട്ടനിലെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള വിഭവങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു. ഇല്ലേ? അത് എല്ലാ രാജ്യത്തിന്റെ പ്രത്യേകതയാണല്ലോ. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ആ കൂടുന്ന അനുസരിച്ച് കൃത്യമായിട്ട് റിസോഴ്സ് അവിടെ എത്തിക്കാൻ കഴിയണം. എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അതായത് പട്ടിണി, ദാരിദ്ര്യം, അവസാനം അത് ക്ഷാമകാലത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം വരെ എത്തും. ഇവിടെ ബ്രിട്ടനിലെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് അവർക്ക് റിസോഴ്സസ് ആവശ്യമായിരുന്നു. ഇല്ലേ? അത് എന്തൊക്കെയാണ് റിസോഴ്സസ് വേണ്ടത്? ഫുഡ് ഗ്രെയിൻസ് വേണമായിരുന്നു, അവർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ വേണമായിരുന്നു. റോ മെറ്റീരിയൽസ് ആൻഡ് ഫൈബേഴ്സ് ഫ്രം ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് വേണമായിരുന്നു. കാരണം അവിടെ ഇൻഡസ്ട്രീസും വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂടണം. അവിടെ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളുടെ എണ്ണം കൂടണം. ആ സാധനങ്ങളുടെ എണ്ണം കൂടണമെങ്കിൽ അതനുസരിച്ച് റോ മെറ്റീരിയൽസ് വന്നുകൊണ്ടിരിക്കണം. അപ്പം ബ്രിട്ടൻ കണ്ടെത്തിയ ഒരു ഇതുകൂടാണ് ദിസ് ലെഡ് ടു ബ്രിട്ടീഷ് ഫോക്കസിങ് ഓൺ കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഓഫ് ക്രോപ്സ് ദാറ്റ് വെർ ഇൻ നീഡ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ ആവശ്യമായ ക്യാഷ് ക്രോപ്സ് കൂടുതൽ നിർമ്മിക്കാൻ ഇവിടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ബ്രിട്ടൻ ആണെങ്കിൽ ഇവിടെ ഇന്ത്യ, ബ്രിട്ടന്റെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ബ്രിട്ടനിലെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അവർക്ക് വേണ്ട റിസോഴ്സസ് എവിടെ നിന്ന്? ഇന്ത്യയിൽ നിന്ന് എത്തണമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? ഇവിടെ ഇന്ത്യയിലെ കർഷകരെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇതായിരുന്നു മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഫാക്ടർ എന്താ നമുക്ക് നോക്കാം. അടുത്ത ഫാക്ടർ സ്പ്രെഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അതായത് ഗതാഗത സൗകര്യങ്ങളുടെ വളർച്ചയും ഈ നമ്മുടെ രാജ്യത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ഒരുപാട് പോസിറ്റീവ് രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനത് ആദ്യം ആ പോയിന്റ് പറയാം, അതിനുശേഷം നമുക്ക് സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം, അന്നത്തെ ഇന്ത്യ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഇന്ത്യ ആണെന്ന് കരുതി കഴിഞ്ഞാൽ, ഓക്കെ, ഇന്ത്യയിൽ ഇതെല്ലാം അഗ്രികൾച്ചർ ഏരിയ, കൃഷിപ്പാടങ്ങൾ, ഓക്കെ, ഇതൊക്കെ മാർക്കറ്റുകളാണ്. ആദ്യകാലത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിയിടങ്ങളും മാർക്കറ്റും നല്ല ഡിസ്റ്റൻസിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള ആക്സസ് വളരെ കുറവായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് റെയിൽവേ പോലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരുന്നു, റോഡ് ഗതാഗതം സ്ട്രോങ് ആക്കുന്നു, അതുപോലെ പോർട്ടുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? ഈ അഗ്രികൾച്ചർ പാടങ്ങളിൽ നിന്ന്, കൃഷിപ്പാടങ്ങളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റിലേക്ക് സാധനങ്ങളെല്ലാം എത്തി. ആദ്യകാലത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വളരെ എളുപ്പത്തില് കൃഷിയിടങ്ങളിൽ നിന്ന് സാധനങ്ങൾ മാർക്കറ്റിലെത്തി.
ആ മാർക്കറ്റിൽ നിന്ന് സാധനം ട്രെയിൻ മുഖാന്തരം എങ്ങോട്ടേക്ക് വന്നു? പോർട്ടുകളിലേക്ക് വന്നു. പോർട്ടുകളിൽ നിന്ന് ഷിപ്പിലൂടെ എവിടെ എത്തി? ബ്രിട്ടനിൽ ഈ സാധനങ്ങളെല്ലാം എത്തി. അതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്തു? ഫാസ്റ്റ് ആയി, കുറെ കൂടെ ഫാസ്റ്റ് ആയി. മറ്റേത് ഈ ഡിസ്റ്റൻസ് കൂടുതലായത് കാരണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലാത്ത കാരണം അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ എത്താൻ ചില സമയത്ത് വൈകാറുണ്ട്. ഇവിടെ ഇവരെന്ത് ചെയ്തു? റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു, ട്രെയിൻ കൊണ്ടുവന്നു, തീവണ്ടി ഗതാഗതം ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? വളരെ ഈസി ആയിട്ട് സാധനങ്ങൾ ബ്രിട്ടനിലേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന്റെ വർധനവ് നമ്മുടെ രാജ്യത്ത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ ഇനി പോയിന്റ് ഒന്ന് വായിക്കാം. When railways, roads and ports are built by the British, connected remote areas to the market. അതായത് ഈ പറയുന്ന റെയിൽവേയുടെയും റോഡിന്റെയും പോർട്ടുകളുടെയും വികസനം, അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതലായി വന്നുകൊണ്ടിരുന്നത് എന്ത് അതിന്റെ റിസൾട്ട് ഉണ്ടായി? വളരെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളും മാർക്കറ്റുകളും തമ്മിൽ വളരെ അടുപ്പത്തിലെത്താൻ കഴിഞ്ഞു. ദിസ് ഇൻക്രീസ്ഡ് ദ സെയിൽ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്. വളരെ വിദൂര സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റി? ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ്, അതായത് ഈ നാണ്യവിളകൾ ഒരുപാട് ഉത്പാദിപ്പിക്കാൻ പറ്റി. എത്ര ഉത്പാദിപ്പിച്ചാലും വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാം, കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിച്ചു. The spread of the market system encouraged farmers to focus on growing crops with a high market demand. അങ്ങനെ മാർക്കറ്റുകളിലേക്ക് സാധനം എത്തുന്നത് കൂടുന്ന അനുസരിച്ച് മാർക്കറ്റിലേക്ക് സാധനങ്ങൾ ഡിമാൻഡ് വന്നുകൊണ്ടിരുന്നു. ഈ മാർക്കറ്റിന്റെ ഡിമാൻഡിനെ പരിഹരിക്കാൻ വേണ്ടി ഒരറ്റത്ത് കർഷകർ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. കർഷകർ ഒരുപാട് ജോലി ചെയ്ത് ഈ ക്യാഷ് ക്രോപ്സിനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം മാർക്കറ്റിൽ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റ് ഡിമാൻഡ് കൂടുന്നുണ്ട്. കാര്യം മാർക്കറ്റിൽ നിന്ന് വളരെ എളുപ്പത്തിൽ സാധനങ്ങൾ ബ്രിട്ടനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ സ്പ്രെഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്തിനെ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ബാധിച്ചു? നമ്മളുടെ രാജ്യത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ വളരെ പോസിറ്റീവായിട്ട് ബാധിച്ചു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് ഇമ്പാക്ട് ഓഫ് അമേരിക്കൻ സിവിൽ വാർ. അമേരിക്കൻ സിവിൽ വാർ എങ്ങനെ നമ്മളുടെ രാജ്യത്ത്, ഇന്ത്യയിലെ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ബാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഡ്യൂ ടു അമേരിക്കൻ സിവിൽ വാർ, അമേരിക്കയിൽ സിവിൽ വാർ വന്നപ്പോഴത്തേക്ക് there became the shortage of cotton in Britain. ബ്രിട്ടനിലാണ് കോട്ടന്റെ അളവ് കുറഞ്ഞത്. കാരണം ബ്രിട്ടനിലേക്ക് വേണ്ട കോട്ടൺ എത്തിച്ചുകൊണ്ടിരുന്നത് USA നിന്നാണ്. ഓക്കെ, USA നിന്നാണ് കോട്ടൺ ബ്രിട്ടനിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ USA ആഭ്യന്തര കലാപം അല്ലെങ്കിൽ സിവിൽ വാർ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? കോട്ടന്റെ മതിയാവുന്ന രീതിയിൽ കോട്ടൺ ബ്രിട്ടനിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവർക്ക് ആണെങ്കിൽ കോട്ടൺ മതിയാവും, അതായത് മതിയായേ പറ്റൂ, അവർക്ക് കിട്ടിയേ പറ്റൂ. അന്നൊരു ഘട്ടം വന്നപ്പോൾ നേരെ ബ്രിട്ടൻ അങ്ങോട്ട് പോയി ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ബ്രിട്ടനിലേക്ക് എത്തിച്ചു. അതാണ് അമേരിക്കൻ സിവിൽ വാർ നമ്മളുടെ രാജ്യത്തെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, due to American Civil War, there became the shortage of cotton in Britain. So Britain encouraged the Indians to enlarge the production of cotton, jute, etc. It increased the demand for Indian cotton in the British market. എന്താ ചെയ്തത്? അമേരിക്കയിലെ സിവിൽ വാർ വന്നപ്പോഴത്തേക്ക് അമേരിക്കയിൽ നിന്ന് കോട്ടൺ എത്തുന്നില്ല ബ്രിട്ടനിലേക്ക്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് കോട്ടൺ കിട്ടിയേ പറ്റൂ. അവരെന്ത് ചെയ്തു? ഇന്ത്യയിലെ കർഷകരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കോട്ടണും ജൂട്ട് പോലുള്ള സാധനങ്ങൾ നിർമ്മിക്കാൻ പറഞ്ഞു. അങ്ങനെ നിർമ്മിപ്പിച്ചു, അത് ബ്രിട്ടനിലേക്ക് എത്തിച്ചു. അങ്ങനെ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ കോട്ടണ് ബ്രിട്ടീഷ് മാർക്കറ്റിൽ വലിയ ഡിമാൻഡായി. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അമേരിക്കൻ സിവിൽ വാർ നമ്മളുടെ രാജ്യത്തെ കൊമേഴ്ഷ്യലൈസ് അഗ്രികൾച്ചറിന്റെ വാണിജ്യവൽക്കരണത്തിന് വളരെ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അടുത്ത ഫാക്ടർ എന്താന്ന് നോക്കാം. അടുത്തത് സ്വദേശി മൂവ്മെന്റ്. നമ്മുടെ രാജ്യത്ത് സ്വദേശി മൂവ്മെന്റ്, അതായത് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, മറിച്ച് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ മാത്രം ആശ്രയിക്കുക എന്നതായിരുന്നല്ലോ സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ അതും ഒരു ഫാക്ടർ ആയിരുന്നു. നമുക്ക് നോക്കാം. The Swadeshi movement contributed to the commercialization of agriculture during British rule in a different way. ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ സ്വദേശി മൂവ്മെന്റ് സഹായിച്ചത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂ ടു ദ ബോയ്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് there was an increased demand for സ്വദേശി പ്രോഡക്റ്റ് in the country. നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു? സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി.
വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ രാജ്യത്ത് സ്വദേശി പ്രോഡക്റ്റുകൾ ഒരുപാട് വേണ്ടി വന്നു. കാരണം നമ്മൾ ആരും വിദേശ സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വദേശി സാധനങ്ങൾ ഒരുപാട് വേണ്ടി വന്നു. അങ്ങനെ ഈ സ്വദേശി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ രാജ്യത്തെ സ്പെസിഫിക് ക്രോപ്പ്, ക്യാഷ് ക്രോപ്സുകൾ നമ്മൾ വീണ്ടും വിൽപ്പനയ്ക്ക് എത്തിക്കാനും മാർക്കറ്റിലൊക്കെ എത്തിക്കാനും നമ്മൾ തുടങ്ങിയത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. കാര്യം സ്വദേശി മൂവ്മെന്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വിദേശ സാധനങ്ങൾ നമ്മൾ ബഹിഷ്കരിച്ചു. വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ മറു സൈഡിൽ ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തെ ക്യാഷ് ക്രോപ്പിന്റെ ഒരു കൃഷി കൂടുതൽ വ്യാപിപ്പിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വേണം നമുക്ക് പറയാൻ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത അഗ്രികൾച്ചറൽ പോളിസീസ്. ഇത് ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഉള്ള കൃഷി രീതികളും പ്രാക്ടീസൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം. The British inadequate agricultural policies also forced agriculture commercialization during British rule. ഇവരുടെ പോളിസീസ് എന്ന് പറഞ്ഞാൽ വളരെ പരാജയമായിരുന്നു. കാർഷിക രംഗത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന പോളിസീസ് ഒക്കെ പരാജയമായിരുന്നു. The British did not diversify Indian agriculture or introduced modern techniques. ഇവരാരും കൂടുതൽ പലതരത്തിലുള്ള കൃഷി രീതികൾ അവലംബിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കാർഷിക രംഗത്ത് പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യണമെന്നോ ഒന്നും ബ്രിട്ടീഷുകാർ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അവർക്ക് വേണ്ടത് ഇന്ത്യയിൽ അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റ് അവർക്ക് നിർമ്മിക്കാന്ന് മാത്രമാണ്. അത് സ്പെസിഫിക് പ്രൊഡക്റ്റ് മാത്രമാണ്. കാരണം ഇപ്പൊ ബ്രിട്ടന് വേണ്ടത് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ മാത്രമേ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്യാഷ് ക്രോപ്സ് പുതിയതായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ ടെക്നോളജി കൊണ്ടുവരണോ ഒന്നും അങ്ങനെ ബ്രിട്ടീഷുകാർ ചിന്തിച്ചിട്ടില്ല. അവര് ചിന്തിച്ചത് ബ്രിട്ടന്റെ വ്യാവസായിക വിപ്ലവത്തിന് ബ്രിട്ടീഷുകാരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അത് മാത്രം ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യിച്ചു. There was a lack of irrigation facilities and agriculture research. This led farmers to focus on commercial crops that were in high demand. ഇത്തരത്തിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് വേറെ ഒന്നും അറിയില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല, പ്രോപ്പർ ടെക്നോളജി ഇല്ല. ഇത് വന്നപ്പോഴത്തേക്ക് ആ കൃഷിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അറിയാവുന്ന മാർക്കറ്റ് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് മാത്രം ഇവര് കൃഷി ചെയ്തുകൊണ്ടേയിരുന്നു. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ അഗ്രികൾച്ചർ പോളിസിക്ക് നമ്മളുടെ കാർഷിക രംഗത്തെ തകർക്കുകയാണ് ചെയ്യുന്ന തരത്തിൽ. കാരണം നമ്മളുടെ കൃഷി അല്ല ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് മാത്രമാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ആ തരത്തിൽ നോക്കുമ്പോൾ അവരുടെ അഗ്രികൾച്ചർ പോളിസീസ് വളരെ നമ്മളുടെ കൃഷിയെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയായിരുന്നു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇമ്പാക്റ്റുകളാണ്. എന്തൊക്കെയാണ് നമുക്ക് കാർഷിക രംഗത്ത് സംഭവിച്ചതെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഇമ്പാക്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വെച്ചാൽ ലോസ് ഓഫ് വില്ലേജ് സെൽഫ് സഫിഷ്യൻസി. ഒന്നാമത്തത് ഗ്രാമപ്രദേശങ്ങളിലെ ഒരു സ്വയം പര്യാപ്തത നഷ്ടപ്പെട്ടു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ച ഇൻട്രൊഡക്ഷൻ ഓഫ് മാർക്കറ്റ് സിസ്റ്റം ആൻഡ് പ്രോഫിറ്റ് റെഡ്യൂസ് ദ സോളിഡാരിറ്റി ആൻഡ് കോഓപ്പറേഷൻ. മോറോവർ കൺസംഷൻ അഗ്രികൾച്ചർ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു കൊമേഴ്സ്. ഇവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പുള്ള കൃഷി രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തില് കൃഷിയിടം ഉണ്ടാവും. അവിടുത്തെ ആൾക്കാർ തമ്മിൽ ഒരു കോഓപ്പറേഷനും കോർഡിനേഷനും ഒക്കെ ഉണ്ട്. ആ കോർഡിനേഷനിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ കൃഷി വളർത്തിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് മാർക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ കൃഷി ചെയ്തേ മതിയാവൂ. ഇങ്ങനെ നിർബന്ധിതരായി കഴിയുമ്പോഴത്തേക്ക് കർഷകർക്കിടയിലുള്ള ആ കോഓപ്പറേഷൻ നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്? ഇൻഡിവിജ്വലി അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുക, മാർക്കറ്റിൽ എത്തിക്കുക, അത്തരത്തിലേക്ക് മാത്രമായി. അങ്ങനെ ആൾക്കാർക്കിടയിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാതായി. Moreover, consumption agriculture gave more importance to commerce. ഇവിടെ ശരിക്കും കൃഷി ചെയ്തിട്ട് ആ കൃഷിയുടെ ഉൽപ്പന്നം നമ്മൾക്ക് എടുക്കണം, ഇന്ത്യക്കാർക്ക് ഇപ്പൊ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ വിശപ്പടക്കണം എന്ന ചിന്തയെ മാറി. പകരം എന്തായി? കൃഷി ചെയ്യുക, അത് വിൽക്കുക. വെറും കൊമേഴ്സിന് വേണ്ടി മാത്രമായി, വെറും വാണിജ്യത്തിന് വേണ്ടി മാത്രമായി ഇന്ത്യയിലെ കൃഷി രീതികൾ, അതുപോലെ തന്നെ കർഷകർക്കിടയിലുള്ള കോർഡിനേഷനും കോഓപ്പറേഷനും എല്ലാം ഇല്ലാതായി. അത് ഈ കൊമേഴ്ഷ്യലൈസേഷന്റെ ഒരു റിസൾട്ട് ആണ്. മറ്റൊന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ആൻഡ് ഫാമിൻ. ഡ്യൂ ടു ഓവർ പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ലീഡ് ടു സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. അതായത് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൂടുതൽ ഗവൺമെന്റ്
നിർബന്ധിച്ചതും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും ക്യാഷ് ക്രോപ്സിനാണ്. അതായത് നാണ്യവിളകൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുത്തത്. അതായത് കോട്ടൺ, ജൂട്ട്, കോഫി, ടീ, ഇങ്ങനെ വരുന്ന നാണ്യവിളകൾക്ക് മാത്രമാണ് ബ്രിട്ടീഷേഴ്സ് പ്രാധാന്യം കൊടുത്തത്. ഇതിന്റെ ഓവർ പ്രൊഡക്ഷൻ ആയി. കാരണം ബ്രിട്ടന് വേണ്ടതുകൊണ്ട് ഇതെല്ലാം അധികം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതായത് വീറ്റിന്റെയും റൈസിന്റെയും ഒക്കെ പ്രൊഡക്ഷൻ കുറഞ്ഞു വന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് മതിയാവുന്ന തരത്തിലുള്ള ഭക്ഷണം ഇല്ലാതായി. അതായത് രാജ്യത്ത് ഒരു സ്കേഴ്സിറ്റി ഉണ്ടായി, ഒരു ദാരിദ്ര്യാവസ്ഥ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യാവസ്ഥ രാജ്യത്തുണ്ടായി. The increase of population along with the scarcity of food supply led to famine. ഇങ്ങനെ വന്നു. അപ്പോൾ ഒരറ്റത്ത് നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നു, മറ്റൊരറ്റത്ത് ആ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു. പോപ്പുലേഷൻ കൂടുന്നു, ഭക്ഷ്യധാന്യങ്ങൾ കുറയുന്നു. ഈ ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് എന്ത് വന്നു? നമ്മുടെ രാജ്യത്ത് ഫാമിൻ ഉണ്ടായി. അതായത് ദാരിദ്ര്യം, ക്ഷാമം ഉണ്ടാവുന്നു. ഇത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. നമ്മുടെ രാജ്യത്ത് കൃഷി വാണിജ്യവൽക്കരിച്ചതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ പറയുന്ന ക്യാഷ് ക്രോപ്പിന്റെ അമിതമായ ഉൽപാദനവും നമ്മൾക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കുറയുന്നു, പോപ്പുലേഷൻ കൂടുന്നു. ഇത് വന്ന് ദാരിദ്ര്യമാവുന്നു. ദാരിദ്ര്യം പിന്നീട് ഫാമിൻ, ക്ഷാമം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇത് അതിന്റെ ഇമ്പാക്റ്റ് ആണ്. പിന്നെ ചില പോസിറ്റീവ് വശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഇൻക്രീസിങ് ഇൻകം ഫോർ സം ഫാർമേഴ്സ്. ചില കർഷകർക്ക് ഈ പറയുന്ന ക്യാഷ് ക്രോപ്പ് കൊണ്ടുവരുന്നതും അത് വിൽക്കുന്നതും അവർക്ക് പ്രയോജനം ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമിയുള്ളവർക്ക് അത്തരത്തിൽ വലിയൊരു തുക അവർക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ അവർക്ക് ഒരു വരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻലാർജ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. നമ്മുടെ രാജ്യത്ത് ഈ കൊമേഴ്ഷ്യലൈസേഷൻ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നത്? ഈ രാജ്യത്തെ റെയിൽവേയും റോഡ് വികസനവും കൊണ്ടുവന്നത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം, ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന്റെ ഒരു വർധനവിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഡനിങ് ഓഫ് മാർക്കറ്റ്സ് ആൻഡ് ലിങ്കിങ് വിത്ത് വേൾഡ് മാർക്കറ്റ്. നമ്മളുടെ നാട്ടിലെ ഡൊമസ്റ്റിക്കലി നമ്മൾ നിർമ്മിച്ച പല പ്രൊഡക്റ്റുകളും ഇന്റർനാഷണൽ മാർക്കറ്റിൽ വൻ ഡിമാൻഡിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ഒരു ഇന്ത്യയിലെ ചെറിയൊരു പ്രദേശത്തു നിന്ന് ഒരു ലോകം മൊത്തം വ്യാപിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ മാർക്കറ്റ് വൈഡൻ ചെയ്തു എന്നതും ഒരു പോസിറ്റീവ് ആണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ രാജ്യത്ത് ഈ ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്ന സമയത്ത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു നയം കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ കൃഷി വാണിജ്യത്തിന് വേണ്ടി മാത്രമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൃഷിയിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുക, ആ വിൽക്കപ്പെടുന്ന സാധനങ്ങൾക്ക് ചെറിയൊരു തുക, ഒരു റെമ്യൂണറേഷൻ പോലെ കർഷകർക്ക് കിട്ടുന്നു, വളരെ തുച്ഛമായ തുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, ഈ നാണ്യവിളകൾ നേരെ ബ്രിട്ടനിൽ എത്തിക്കുന്നു. ബ്രിട്ടനിൽ എത്തിച്ചിട്ട് ബ്രിട്ടന്റെ ഇൻഡസ്ട്രി വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടന് ആവശ്യമായ, ബ്രിട്ടീഷ് ആ സാമ്രാജ്യത്തിന് അവരുടെ രാജ്യത്തേക്ക് ആവശ്യമായ എല്ലാ പ്രൊഡക്റ്റുകളും ഇന്ത്യയിലെ കർഷകരെ കൊണ്ട് ബ്രിട്ടീഷുകാരെ നിർബന്ധപൂർവ്വം പണി ചെയ്യിച്ച് ബ്രിട്ടനിൽ എത്തിച്ചു. അങ്ങനെ ബ്രിട്ടന്റെ വളർച്ച ഉണ്ടായി. ബ്രിട്ടന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്യത്ത് ക്യാഷ് ക്രോപ്പുകളുടെ ഉൽപാദനം കൂടിക്കൊണ്ടിരുന്നു. ഒരറ്റത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കുറഞ്ഞു. ഉൽപാദനം കുറഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ വർദ്ധിക്കുന്ന ഒരു സൈഡില്, മറ്റൊരു സൈഡില് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ ഫുഡ് ഐറ്റംസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് രാജ്യത്ത് ക്ഷാമം എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നമ്മുടെ രാജ്യത്ത് ബാധിച്ചത്. ചില പോസിറ്റീവ്സ് ആസ്പെക്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കൃഷിയെയും സാധാരണ കർഷകരെയും വളരെ പ്രതികൂലമായി ബാധിച്ച ഒരു റീസൺ ആണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ കൃഷിയെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക രംഗത്തെ നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 3 നയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലെ? ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ജമീന്ദാരി സിസ്റ്റം, റയട്ട് വാലി സിസ്റ്റം, മഹൽ വാലി സിസ്റ്റം, ഇങ്ങനെ 3 സിസ്റ്റംസ് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗം. ഇതും നമ്മളുടെ കാർഷിക രംഗത്തെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്ത ഒന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ തുറന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.